വാങ്ങുന്ന വസ്തുക്കളുടെ പേരുകൾ, അവയുടെ തൂക്കം, അതുപോലെ വില എന്നിവ ആദ്യം രേഖപ്പെടുത്തുന്നു. ശേഷം അവ ഒരു പീസ്, ഒരു പേക്കാണോ ഒരു kg ആണോ കൊടുക്കുന്നത് എന്ന് റെക്കോർഡ് ചെയ്യുന്നു. ശേഷം അത് ഹരിച്ചുകൊണ്ട് നമ്മുടെ ലാഭം കൂട്ടി വില കണക്കാക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നാം ചെയ്യുന്നത്. സെയിൽ എന്നതിൽ വരുമ്പോൾ ഇവിടെ ഇതിൽ നാം ഓരോ വസ്തുക്കളുടെയും പേരുകൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നോക്കാം. ഇവിടെ നാം സെർച്ച് ചെയ്യുമ്പോൾ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വന്നു. നാം വാങ്ങിയ വസ്തുക്കളുടെ പേരുകളൊക്കെ ഇവിടെയുണ്ട്. അതിൽ നിന്ന് നാം ഒന്ന് തിരഞ്ഞെടുക്കുന്നു. നോക്കുമ്പോൾ അത് സ്റ്റോക്ക് എത്രയാണ്, 8 എന്ന് കാണിക്കുന്നു. അതിൻ്റേതായ ഒരു മോഡൽ ഇവിടെ വന്നു. പിന്നെ അതിൻ്റെ വില എത്രയാണെന്ന് ഇതിൽ കാണിക്കുന്നു. അപ്പോൾ അവിടെയെല്ലാം ശരിയായി വിലയായി, വസ്തുക്കളുടെ പേരായി. ഇനി അതുപോലെ നമ്മൾ വേറൊന്ന് എടുക്കുന്നു. അതിൻ്റേതായ വിവരങ്ങൾ നമുക്ക് ഇവിടെ ലഭിക്കുന്നു. അത് നാം എത്രയാണ് വിൽപ്പന നടത്തുന്നതെങ്കിൽ അതിവിടെ രേഖപ്പെടുത്തുന്നു. നമ്മുടെ റിപ്പോർട്ട് മറ്റൊരു പേജിൽ വന്നിട്ടുണ്ടാകും. ഉദാഹരണത്തിന് നമുക്ക് നോക്കാം. ഇവിടെ നാം ശർക്കര എന്ന് തിരഞ്ഞെടുക്കുന്നു. അത് നാം സ്റ്റോക്ക് 10 5 വിറ്റു. അപ്പോൾ സ്റ്റോക്ക് എന്തായി, 5 5 kg, അതിന് 312, അപ്പോൾ 62 കിലോ അങ്ങനെ വന്നു, റെക്കോർഡായി. 12 അതിൻ്റെ ലാഭം ഇവിടെ കാണിക്കുന്നുണ്ട്. 312 വിറ്റ് കാശ്. ലാഭം അതിൽ നിന്ന് നമുക്ക് 55 രൂപ കിട്ടി. കിലോത്തിന് 11 എന്ന നിലക്കാണ് നാം ഇവിടെ സെറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ 5 കിലോ വിറ്റ് 55 വന്നു. ഓരോന്ന് കച്ചവടം നടത്തി. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങൾ എത്രയാണ് എന്നൊക്കെ നമുക്കവിടെ നോക്കി കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ നമ്മൾ പച്ചക്കറിയായ ഒരു ഐറ്റം കുമ്പളം തിരഞ്ഞെടുക്കുന്നു. കുമ്പളത്തിൻ്റെ വില 38.40 അത് നാം വില വെച്ചിട്ടുള്ളത് വാങ്ങിയപ്പോഴുള്ള ടോട്ടൽ ക്യാഷിൽ നിന്ന് എത്രയാണ് വാങ്ങിയത് അത് ഹരിച്ച് അതിലൂടെ ലാഭം കൂട്ടിയതാണ്. 1,430, 1.5 കിലോ അല്ല എങ്കിൽ അതങ്ങനെ നമുക്ക് കൊടുക്കാം. അവിടെ നമുക്ക് കിലോ വില കറക്റ്റായി വന്നു. 43, 54, 91 വന്നു. ഇങ്ങനെ നാം ഓരോന്നും വളരെ കൃത്യമായി നമുക്ക് തൂക്കി കൊടുക്കാൻ ഇതുകൊണ്ട് കഴിയും. അളവിൽ വ്യത്യാസം വരാതെ, കാശിൽ വ്യത്യാസം വരാതെ വളരെ കൃത്യതയോടുകൂടെ നമുക്ക് കണക്കുകൾ മാനേജ് ചെയ്യാൻ ഇതുകൊണ്ട് കഴിയുന്നു. ഇങ്ങനെയുള്ള ഒരു സംവിധാനം നാം ഉണ്ടാക്കിയെടുക്കൽ വളരെ നല്ലതായിരിക്കും. കച്ചവടക്കാർ പ്രത്യേകിച്ച് വിലയും പിന്നെ അതേപോലെ നാം ഇന്ന് ഇതുവരെ കച്ചവടം നടത്തിയത് ക്യാഷ് ആയി കിട്ടിയത് ധാരാളം വസ്തുക്കൾ കച്ചവടം നടത്തി. അതിന് ശേഷം ഒരു ഇൻവോയ്സ് ബില്ല് ഇത് എങ്ങനെ സെറ്റാവുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കമ്പനിയുടെ പേര്, മാർക്കറ്റിൻ്റെ പേര്, അതുപോലെ ആരാണ് കസ്റ്റമറെങ്കിൽ അവരുടെ പേരും നമ്പറൊക്കെ നമുക്ക് അഡ്രസ്സൊക്കെ കൊടുക്കാം. പിന്നെ ഇവിടെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ടാവും. വിൽക്കുന്ന സാധനങ്ങളുടെ നമ്പർ ഉണ്ടാവും. പിന്നെ ഓഫർ പ്രൈസ് എത്രയുണ്ട്, ഏതൊക്കെ വസ്തുക്കളാണ് എന്ന് വന്നു. പിന്നെ യൂണിറ്റ് പ്രൈസ് എത്രയാണെന്ന് വെച്ചാൽ അതിൽ നിന്ന് നമ്മൾ ഓഫർ കൊടുക്കുകയാണെങ്കിൽ ഓരോന്നിനും ഓട്ടോമാറ്റിക് എത്ര കൊടുക്കണമെന്ന്, എത്ര കുറവ് കൊടുക്കണമെന്ന് സെറ്റ് ചെയ്താൽ എല്ലാറ്റിനും അത് ഓട്ടോമാറ്റിക്കായി സെറ്റ് ആവും. അതിൻ്റെ ആകെ ടോട്ടൽ വന്നു. പിന്നെ അതിൽ നിന്ന് നമ്മൾ ST അതുപോലെ CGST ഒക്കെ കൊടുക്കാം. ഡിസ്കൗണ്ട് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ നമ്മളവിടെ ഓഫർ കൊടുത്തോളെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ മാറ്റാം. എത്ര അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നത് കണക്ക് ഇവിടെ വരും. ഇത് സേവ് ചെയ്തതിന് ശേഷം അതിൻ്റെ ടോട്ടലും പിന്നെ അതിൻ്റെ CGST STST 6% വീതം അത് കൂട്ടി പിന്നെ അങ്ങനെ മൊത്തത്തിൽ നമുക്കൊരു ഇൻവോയ്സ് ബില്ല് ഇവിടെ സെറ്റാക്കുകയും ചെയ്യാം. നമ്മുടെ കച്ചവടത്തിൻ്റെ വിവരങ്ങളെല്ലാം വന്ന ഈ ഇൻവോയ്സ് ഇത് ഒരു PDF ആക്കി എടുക്കാം. ഷെയർ ആൻഡ് എക്സ്പെർട്ട് നമ്പർ അയച്ചാൽ ആ നമ്പറിലേക്ക് നാം കൊടുത്ത് അയച്ചാൽ നമ്മുടെ വിവരങ്ങളെല്ലാം ഒരു PDF ആയിട്ട് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് ഈ വിവരങ്ങളുടെ ഇൻവോയ്സ് ബില്ല് നേരെ കൊടുക്കാൻ സൗകര്യമാണ്. കുറച്ച് സാധനങ്ങളാണ് അദ്ദേഹത്തിന് കൊടുത്തതെങ്കിൽ അത് കോപ്പി ചെയ്താൽ നേരെ അദ്ദേഹത്തിൻ്റെ വാട്സാപ്പിലേക്ക് നേരെ ഇട്ട് കൊടുക്കാം. നേരെ വാട്സാപ്പിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അത് HTML നമുക്ക് എങ്ങനെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ